നമ്മൾ കൊടകരക്കാരുടെ ദേശീയോത്സവമായിട്ടുള്ള കൊടകര ഷഷ്ടി അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരാഴ്ചയോളമായിട്ടുണ്ട് കേട്ടോ. ഇപ്പോഴാണ് അതൊന്ന് എഡിറ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ളത്. അപ്പോൾ അതേ ഞങ്ങൾ കൊടകര ഷഷ്ടിയുടെ തലേ ദിവസത്തെ വീഡിയോ ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കണു. കണ്ടിട്ടില്ലെങ്കിൽ എന്തായാലും പോയി കാണണം, എന്നിട്ട് ഒരു ലൈക്കൊക്കെ ഒന്ന് അമർത്താം കേട്ടോ. അപ്പോൾ ദേ ഇനി കൊടകര ഷഷ്ടിയുടെ അന്നത്തെ വിശേഷങ്ങളായിട്ടാണ് ഇന്ന് ഞങ്ങൾ വന്നേക്കണത്. ഷഷ്ടിയുടെ അന്ന് തന്നെ ദേ കാലത്ത് ഞാനും വന്ദനയും നേരെ നമ്മുടെ കുന്നത്തൂർക്കോവിൽ ഷഷ്ടി നടക്കണ അമ്പലം എന്ന് പറയണത് നമ്മുടെ കുന്നത്തൂർക്കോവിൽ അമ്പലമാണ് കേട്ടോ. എന്ത് രസമല്ലേ ആ പടിയൊക്കെ കയറി പോണാടുമ്പോൾ. ഇവിടെ നിന്ന് നോക്കിയാൽ ദേ ആ ദൂരത്ത് കാവടി അങ്ങോട്ട് ആടണ കണ്ടോ. അപ്പോൾ ഇപ്പം ഇത്ര ലുക്ക്, അയ്യോ എന്ത് രസമാണെന്ന് അറിയോ. അവിടെ കയറി ചെന്ന് കഴിയുമ്പോഴാണ് നമ്മൾ ഇത്ര ഭംഗിയാക്കിയൊന്ന് വിചാരിക്കുക. ഞങ്ങൾ കഴിഞ്ഞ കൊല്ലം പോയപ്പോൾ ഇതൊക്കെ നിറച്ച് കാടായിരുന്നു കേട്ടോ. കുറേ മരങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇതിപ്പോൾ കുറേ മരങ്ങളൊക്കെ വെട്ടിക്കളഞ്ഞിട്ടുണ്ട്. പക്ഷെ എന്ത് രസമാണെന്നറിയോ കാണാൻ. അവിടെ കയറി ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും അത്ര ഭംഗിയാണ് കാണാൻ. അപ്പോൾ എന്തായാലും ഈ നമ്മുടെ കൊടകര ഷഷ്ടി എന്ന് പറയുമ്പോൾ എല്ലാവരും നമ്മുടെ പൂന്നിലാർക്കാവിൽ അമ്പലത്തിൽ ആ ഗ്രൗണ്ടിലാവും വരിക. പക്ഷേ ഈ കുന്നത്തൂർക്കാവിൽ അമ്പലത്തിൽ വന്നിട്ടില്ലാത്തവർ എന്തായാലും ഒന്ന് പോയി നോക്കണം കേട്ടോ. ഇപ്പോഴായാലും ഇപ്പം തിരക്കുണ്ടാവില്ല എന്നുള്ളതോ ഇല്ല എന്നുള്ളതേ ഉണ്ടാവുള്ളൂ. പക്ഷേ ആ കാണേണ്ടത് തന്നെയാണ് കേട്ടോ. മുകളിൽ കുന്നിൻ്റെ മുകളിൽ കയറി കഴിഞ്ഞാൽ ആ അമ്പലം, കുഞ്ഞമ്പലം, നമ്മുടെ മുരുകൻ്റെ അമ്പലവും പിന്നെ ആ വഴികളൊക്കെ അവർ എന്താ പറയുക നല്ലോണം വൃത്തിയാക്കിയിട്ടുണ്ട്. നമ്മുടെ മുകളിൽ നിന്ന് നോക്കുമ്പോൾ നമ്മുടെ താഴത്ത് തെങ്ങും തോപ്പും ഒക്കെ അടിപൊളിയായിട്ട് കാണാൻ പറ്റും. നമ്മുടെ പഴനി പോയ ഒരു വൈബാണ് പറയണത്. ശരിക്കും നമ്മുടെ കേരള പഴനി തന്നെയാണ് കേട്ടോ. നമ്മുടെ കുന്നത്തൂർക്കാവിൽ കണ്ട എന്ത് രസമാണെന്നറിയോ കാണാൻ. ഇപ്പം ആ ഡിസംബർ ആ സമയമായ കാരണം നല്ല മഞ്ഞും ഒരു രക്ഷയുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പം പോവാത്തവരെന്തായാലും പോയി നോക്കിക്കോളൂ കേട്ടോ നമ്മുടെ കുന്നത്തൂർക്കാവിൽ അമ്പലത്തിൽ. അങ്ങനെ ദേ നമ്മൾ കുന്നത്തൂർക്കാവിൽ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിലൊക്കെ തൊഴുത് പുറത്തേക്ക് ഇറങ്ങിയിട്ടാ. നമ്മൾ ഈ സുബ്രഹ്മണ്യൻ്റെ അമ്പലത്തിൽ ഇങ്ങനെ കുറേ പടികൾ കയറിയിട്ട് നമ്മൾ ദേ ആ കുന്നിൻ്റെ മുകളിലുള്ള കുഞ്ഞമ്പലത്തിലെത്തിയിട്ടുണ്ട്. ആ അമ്പലമൊക്കെ കഴിഞ്ഞ് അതിൻ്റെ ബാക്കിലാണ് ഇനി നമുക്ക് ശിവൻ്റെ അമ്പലം ഉള്ളത്. അപ്പോൾ അതിൻ്റെ ബാക്കിൽ കൂടെ നമ്മൾ പ്രദക്ഷിണം വെച്ച് നേരെ പുറകിക്കൂടെ നമ്മൾ ശിവൻ്റെ അമ്പലത്തിലേക്ക് പോകും. പണ്ടല്ല കഴിഞ്ഞ കൊല്ലം വരെ ശിവൻ്റെ അമ്പലത്തിലേക്ക് പോകാൻ ഇതിൻ്റെ ഈ സൈഡിൽ കാണുന്ന പടികൾ ഇറങ്ങിയിട്ട് വേണം നമുക്ക് പോകാൻ. ഇത്തവണ വേറെ വഴിയൊക്കെ ഇട്ടിട്ടുണ്ട്. സ്ലോപ്പായിട്ട് സുഖമായിട്ട് എല്ലാവർക്കും സുഖമായിട്ട് പോയി തൊഴാൻ പാകത്തിനാണ്. അങ്ങനെ തൊഴുത് ഇങ്ങനെ നടക്കുമ്പോഴാണ് വല്യമാനെയും കണ്ടത്. അപ്പോൾ ഞങ്ങൾ ഇനി 3 പേരും കൂടി ഈ മഹാദേവനെ തൊഴുതിട്ട് വരാം. അങ്ങനെ ശിവൻ്റെ അവിടെയും തൊഴുതിറങ്ങി ഇനി മഹാവിഷ്ണുവിൻ്റെ അവിടേക്കാണ് പോണത്. ഇതിൻ്റെയും ഇറക്കം അങ്ങനെ നടന്നിറങ്ങിയിട്ടുണ്ടെങ്കിൽ നമുക്ക് മഹാവിഷ്ണുവിൻ്റെ അവിടെ എത്താം കേട്ടോ. ഇനി നമുക്ക് മഹാവിഷ്ണുവിൻ്റെ അവിടെ പോയിട്ട് വരാം. ഇതാണ് കുന്നത്തൂർക്കാവിൽ മഹാവിഷ്ണു ക്ഷേത്രം കേട്ടോ. ഇങ്ങനെ കുറേ പടികൾ ഇറങ്ങി നമ്മുടെ കുന്നത്തൂർക്കാവിലിൻ്റെ അവിടെ നിന്ന് ഇറങ്ങി ഇങ്ങനെ വന്നിട്ടാണ് ഇവിടെ. അപ്പോൾ ഇവിടെ എത്തിയപ്പോഴേക്കും ആ കാവടിയാട്ടത്തിൻ്റെ ശബ്ദങ്ങളൊന്നും ഇല്ലാതെ നല്ല ശാന്തമായിട്ട് കിടക്കണം. നോക്കിയേ നമ്മുടെ അമ്പലത്തിൻ്റെ ആ സൈഡിൽ ഒരു കിടക്കയും തലേണയും മാതിരി. അതെന്താണെന്ന് എനിക്കറിയില്ല കേട്ടോ. ഈ വീഡിയോ കാണുന്നവർ ആരൊക്കെങ്കിലും അതറിയാമെന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ശരിക്കും കൃഷ്ണന് കിടക്കാൻ പാകത്തിന് ഒരു കട്ടിലും ഇതൊക്കെ വച്ചേക്കണ മാതിരി ഉണ്ടല്ലേ. അപ്പം ഞങ്ങൾ ഇനി വീട്ടിലേക്ക് പോകാൻ നോക്കാം. ഇങ്ങനെ പടി ഇറങ്ങിയിട്ടാണ് കേട്ടോ അവിടേക്ക് വരാം. ഞങ്ങൾ സ്ലോപ്പായുള്ള സ്ഥലത്ത് കൂടെ വേറെ വഴി കൂടെ വന്നു.
അങ്ങനെ അമ്പലത്തിലൊക്കെ പോയി ഞങ്ങൾ ദേ വീട്ടിലെത്തിയപ്പോഴേക്കും മനുവേട്ടനും പിള്ളേരും കുട്ടനും പിള്ളേരും എല്ലാവരും കുളിച്ച് റെഡിയായി നിൽക്കണം അമ്പലത്തിൽ പോകാൻ. ഞങ്ങൾ കാലത്ത് തന്നെ പോയതുകൊണ്ട് അധികം തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. ഇനി പോകുമ്പോൾ അവിടെ കാവടിയൊക്കെ എടുത്തു തുടങ്ങിയിട്ടുണ്ടോ, നല്ല തിരക്കായിരിക്കും. ദേ ഇവരിനി എല്ലാവരും കൂടി കാറിൽ പോകാനുള്ള ഇതിലാണ് കേട്ടോ. അപ്പം ഞങ്ങൾ രണ്ടുപേരും നേരത്തെ തന്നെ പോയി വിട്ട് വന്നു. പിന്നെ എല്ലാവരും കുളിച്ചൊക്കെ നല്ല സുന്ദരിമാരും സുന്ദരികളൊക്കെ ആയിട്ട് നിൽക്കണ കാരണം ഞങ്ങളൊരു ഗ്രൂപ്പ് ഫോട്ടോ ഒക്കെ എടുത്തു. ദേ പിന്നെ അവരെ ടാറ്റയൊക്കെ പറഞ്ഞയച്ചിട്ടുണ്ട്. കാലത്ത് അമ്പലത്തിലൊക്കെ പോയി തൊഴുതതിന് ശേഷം ഞങ്ങൾക്ക് വേറെ ക്ലാസ് ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ പഠിക്കാൻ വേണ്ടി പോയിക്കായിരുന്നു, ജ്വല്ലറി മേക്കിംഗ് ക്ലാസ്. അപ്പോൾ ഞങ്ങൾ ഇത്തവണ ഷഷ്ടി ഉപയോഗിച്ച് ക്ലാസ്സിന് പോയി. അങ്ങനെ ക്ലാസ്സൊക്കെ കഴിഞ്ഞ് വൈകിട്ട് വന്നിട്ടാണ് പിന്നെ ദേ ഞങ്ങൾ ഷഷ്ടിക്ക് ഇറങ്ങിയത്. അപ്പോൾ ദേ ഇറങ്ങിയപ്പോൾ തന്നെ ഞങ്ങളുടെ തൊട്ടടുത്ത് തന്നെയാണ് ഗാന്ധിനഗർ ഉള്ളത്. അപ്പോൾ അതേ ഗാന്ധിനഗർ സെറ്റിൻ്റെ മിന്നാടം എന്ന് പറഞ്ഞിട്ടൊരു ഫോക്ക് ഇതുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് കുറച്ച് നേരം ആസ്വദിച്ചു കണ്ടുകൊണ്ടിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ പതുക്കെ നടന്നു തുടങ്ങി. അപ്പതേ അവിടെ ദേ ഒരു സംഭവം, ഈ സംഭവത്തിന് പറയണ പേരെന്താണെന്ന് എനിക്കറിയില്ല കേട്ടോ. അപ്പം ഞങ്ങളിതേ ഇത്രയേ ഉള്ളൂ എന്ന് വിചാരിച്ച് ഞങ്ങളിത് കണ്ടിട്ട് ജസ്റ്റ് അങ്ങോട്ട് നടന്നപ്പോഴേക്കും ഇതവിടെ ഇരുന്നു. അത് കഴിഞ്ഞിട്ട് വേറൊരു രൂപം ദേ പൊന്തി വന്നിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ തീം എന്താണെന്ന് വെച്ചാൽ എനിക്കറിയില്ല സത്യം പറഞ്ഞാൽ. അപ്പോൾ വേറൊരാളിങ്ങനെ പൊന്തിരുന്നു. അപ്പോൾ ഞങ്ങൾ വേഗം ഓടി വന്ന് വീഡിയോ എടുത്തതാണ് കാണുന്നത്. കണ്ടാ നല്ല രസമുണ്ടല്ലേ, ഭയങ്കര പൊക്കത്തിലാണ് കേട്ടോ അത് നിൽക്കണത്. നല്ല രസമുണ്ടായിരുന്നു കാണാൻ. അപ്പോൾ അതേ കുറേ നേരം അതിനെ നോക്കിയിരുന്നു, ഇനി വേറെ എന്തെങ്കിലും വരുന്നുണ്ടോ എന്ന് നോക്കിയിരുന്നു. കണ്ട് നേരെ ഞങ്ങളതേ നടന്നു. കുറേ ആൾക്കാരുണ്ട്, അപ്പോൾ കൂട്ടത്തോടെ ഇങ്ങനെ നടക്കാം, നല്ല രസമാണ്. അപ്പോൾ ഇങ്ങനെ നടന്ന് ഞങ്ങൾ അമ്പലത്തിൻ്റെ അവിടം വരെ ഇങ്ങനെ നടക്കൂട്ടോ. അപ്പോൾ പോണ വഴിയിലൊക്കെ ഓരോരോ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ കണ്ട് ഞങ്ങളിങ്ങനെ നടക്കുകയാണ്. സൈഡുകളിലൊക്കെ ചില ഗാനമേളകളും അങ്ങനത്തെ കാവടിയാട്ടവും പിന്നെ ഇതേമാതിരിയുള്ള കുറേ സ്റ്റാറ്റ്യൂ എന്നല്ലേ പറയുക, അതൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ അതേ നമ്മുടെ സ്കൂൾ ഗ്രൗണ്ട് ആകുമ്പോൾ അവിടെ ഫുൾ ജനത്തിരക്ക്, വഞ്ചി അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഞങ്ങളാണെങ്കിൽ തലേ ദിവസം തന്നെ വന്ന് അതൊക്കെ കണ്ട കാരണം പിന്നെ ആ തിരക്കിൻ്റെ ഉള്ളിലേക്ക് പോകാൻ നിന്നില്ല കേട്ടോ. ഞങ്ങൾ നേരെ അമ്പലത്തിൻ്റെ അവിടെ അമ്പലത്തിൻ്റെ ഉള്ളിൽ ഇതേ കാവടിയൊക്കെ ഇങ്ങനെ സെറ്റൊക്കെ പുറപ്പെട്ടിട്ടുണ്ട് കേട്ടോ. അതിനി കുറച്ച് നേരം കഴിഞ്ഞിട്ടാണ് അതൊന്നും ഉഷാറായി വരുള്ളൂ. കാവടി സെറ്റുകളൊന്നും നമ്മുടെ അമ്പലത്തിൻ്റെ അവിടെ ഒന്നും എത്തിയിട്ടില്ല. 12 മണിക്കാണ്, രാത്രി 12 മണിക്കാണ് കേട്ടോ സെറ്റുകളൊക്കെ പുറപ്പെടണേ. അപ്പോൾ അതുകൊണ്ട് കുറച്ച് നേരമൊക്കെ വെയിറ്റ് ചെയ്തിരുന്നു കാവടി സെറ്റ് കാണാൻ. ഞാൻ എവിടെ പോയാലും ഈ കമ്മലുകൾ ഇങ്ങനെ സെർച്ച് ചെയ്തുകൊണ്ട് എടുക്കും. വാങ്ങിച്ചില്ലെങ്കിൽ അതൊക്കെ കാണാൻ തന്നെ ഒരു രസമാണല്ലേ. അങ്ങനെ കുറേ നേരം എല്ലാ കടകളിലൊക്കെ കയറി ഇറങ്ങി എല്ലാത്തിൻ്റെയും വിലയൊക്കെ ചോദിച്ചിങ്ങനെ നടന്നു. അത് കഴിഞ്ഞ് ഇതേ പന്തൽ, അത് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചിങ്ങോട്ട് പോരുമ്പോഴാണ് ഇതേ കാവടി സെറ്റുകളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത്. നമ്മളിങ്ങനെ നിന്ന് കൊടുത്താൽ മതി, നേരെ അങ്ങോട്ട് പൊക്കോളും. അത് കാരണം കുഴപ്പമില്ല, നടക്കേണ്ട ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല കേട്ടോ. നമുക്ക് ക്ഷീണമൊന്നും തോന്നില്ല, ഇങ്ങനെ നിന്ന് കൊടുത്താൽ നേരെ അങ്ങോട്ട് പോകുമല്ലോ, അതുകൊണ്ട് കുഴപ്പമില്ല. ഇപ്രാവശ്യത്തെ ഷഷ്ടി ഞങ്ങൾക്ക് അത്ര അങ്ങോട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയില്ല കേട്ടോ. കാരണം എന്താ വെച്ചാൽ ഞങ്ങൾ പകലത്തെ ഷഷ്ടിക്ക് പോയില്ല, അത് ഭയങ്കരമായിട്ട് മിസ് ചെയ്തു. ഇനി ഞങ്ങൾ ഒരിക്കലും മിസ് ചെയ്യില്ല പകലത്തെ ഷഷ്ടി. രാത്രിയാണെങ്കിൽ 12 മണിയാവണം നമ്മുടെ കാവടി ഇറങ്ങാൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ അധികം വലസാൻ പറ്റിയില്ല. പിന്നെ നമ്മുടെ DJ ശിവ, അതും മിസ്സായി. ഇപ്പം തൊട്ട് DJ നമ്മുടെ കൊടകരയ്ക്ക് വരുന്നില്ല, അത്ര തിരക്കായിരിക്കും, ഹൈവേ ഫുള്ള് ബ്ലോക്ക് ആയിരിക്കും. അതുകൊണ്ട് തന്നെ കൊപ്രക്കളത്തേക്ക് പോകണം നമ്മളത് കാണാൻ, അപ്പോൾ അതും കാണാൻ പറ്റിയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്രാവശ്യം ഒരു ഭയങ്കര ശോകമുഖമായിരുന്നു. അപ്പോൾ നമുക്ക് അടുത്ത പ്രാവശ്യം പൊളിക്കണം.